ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എനിക്ക് പറയാനുണ്ട്, ഇത് നമ്മൾ LSGS മെയിൻസ് എക്സാമിന് വേണ്ടിയുള്ളതാണ് നോക്കുന്നത്. സിലബസിൽ റൂറൽ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ 15 മാർക്കിനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് റൂറൽ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡ് എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ച് പദ്ധതികളാണ്, പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിലുള്ള കുറച്ച് പദ്ധതികളാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നോക്കുന്നത് സുന്ദർബനിലെ ഗ്രാമ പുനരുദ്ധാരണ പദ്ധതി എന്നുള്ളതാണ്. അത് 1903 ബംഗാളിലെ സുന്ദർബനിൽ സർ ഡാനിയൽ ഹാമിൽട്ടൺ നടത്തിയ മാതൃക ഗ്രാമ പരീക്ഷണമാണ് സുന്ദർബനിലെ ഗ്രാമ പുനരുദ്ധാരണ പദ്ധതി. 1903 ഈ പരീക്ഷണം പിന്നീട് 1924 ഒരു കേന്ദ്ര സഹകരണ ബാങ്ക് രൂപീകരിക്കാനും അതുപോലെ സഹകരണ വികസന സംഘത്തിൻ്റെയൊക്കെ രൂപീകരണത്തിന് വഴിതെളിച്ചു. ഇത് ഗ്രാമ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ സജീവമായത് 1934 പിന്നീട് ഗ്രാമ പുനരുദ്ധാരണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുടിൽ വ്യവസായങ്ങൾക്ക് വേണ്ട പരിശീലനവും നൽകി. ഇനി മാർത്താണ്ഡം പരീക്ഷണമാണ് നോക്കുന്നത്. 1921 മാർത്താണ്ഡം പരീക്ഷണം. ഇതിന് നേതൃത്വം നൽകിയത് ഡോക്ടർ സ്പെൻസർ ഹാച്ച് ആണ് ഇതിന് നേതൃത്വം നൽകിയത്. തിരുവനന്തപുരത്തിനടുത്ത് മാർത്താണ്ഡത്ത് 1921 ആരംഭം. ഗ്രാമീണ ജനങ്ങളെ ആത്മീയവും മാനസികവും കായികവും സാമൂഹികവും സാമ്പത്തികവുമായ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന പൂർണ്ണ വികസനത്തിലെത്തിക്കുന്ന ഒരു പരീക്ഷണമായിരുന്നു ഇത്. അപ്പം ഇത് എന്തിനു വേണ്ടിയായിരുന്നു? ഗ്രാമീണ ജനങ്ങളെ ആത്മീയവും മാനസികവും അതുപോലെ കായികവും സാമൂഹികവും സാമ്പത്തികവുമായ സമൃദ്ധിയിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയായിരുന്നു. ഡോക്ടർ സ്പെൻസർ ഹാച്ചിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പദ്ധതി YMCAയുടെ മേൽനോട്ടത്തിലാണ് ക്രമീകരിച്ചത്. അപ്പം ഇതിന് സഹായിച്ചത് ആരാണ്? ഏത് സംഘടനയാണ്? YMCA ആണ്. മാർത്താണ്ഡത്തെ മാതൃകാ കേന്ദ്രത്തിൽ നിന്നും 100ഓളം ഗ്രാമങ്ങളിലേക്ക് YMCA കേന്ദ്രങ്ങൾ വഴി പ്രവർത്തനം വ്യാപിപ്പിച്ചു. പച്ചക്കറി വിത്തുകൾ, ധാന്യങ്ങൾ, കന്നുകാലികൾ, തേനീച്ച വളർത്തൽ എന്നിവയ്ക്കുള്ള മാതൃകാ തോട്ടങ്ങൾ കേന്ദ്രത്തിലുണ്ടായിരുന്നു. സഹകരണ അടിസ്ഥാനത്തിലും സ്വയം സഹായ സംഘങ്ങൾ വഴിയും ഗ്രാമീണ വ്യവസായങ്ങളായ നെയ്ത്ത്, പശു വളർത്തൽ, തേനീച്ച വളർത്തൽ എന്നിവ ആരംഭിച്ചു. ഗ്രാമവാസികളുടെ മനസ്സിൽ ആത്മാഭിമാനവും സഹകരണ മനോഭാവവും കൂടുതൽ അഭിവൃദ്ധിപ്പെടാനുള്ള താല്പര്യവും വളർത്തുന്നതിൽ ഈ പരീക്ഷണം വിജയിച്ചു. അടുത്തത് ശ്രീനികേതൻ പരീക്ഷണമാണ്. ശ്രീനികേതൻ പരീക്ഷണം അല്ലെങ്കിൽ ശാന്തിനികേതൻ പരീക്ഷണം എന്നൊക്കെ ഇത് അറിയപ്പെടും. 1921 ബംഗാളിലാണ് രവീന്ദ്രനാഥ് ടാഗോർ ശ്രീനികേതൻ ഗ്രാമ പുനരുദ്ധാരണ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നത്. അപ്പം ശ്രീനികേതൻ ഗ്രാമ പുനരുദ്ധാരണ ഇൻസ്റ്റിറ്റ്യൂട്ട് രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ സ്ഥാപിക്കുന്ന 1921 8 ഗ്രാമങ്ങളുടെ കൂട്ടമായിരുന്നു പദ്ധതിയുടെ കേന്ദ്രം. ആരോഗ്യ സഹകരണ സംഘം, മാതൃകാ കൃഷിത്തോട്ടം, മേന്മയുള്ള വിത്തും വളവും വിതരണം ചെയ്യാൻ, കൈത്തൊഴിൽ പരിശീലന കേന്ദ്രം സ്ഥാപിച്ചതിലൂടെയുള്ള കുടിൽ വ്യവസായങ്ങളുടെ പുരോഗതി, യുവജന പ്രസ്ഥാനത്തിൻ്റെ തുടക്കം, ശിക്ഷാസത്ര തുടങ്ങി നിരവധി പ്രായോഗിക പ്രവർത്തനങ്ങൾ ടാഗോർ സംഘടിപ്പിച്ചു. വളരെ വ്യക്തമായ പുരോഗതി ശാന്തിനികേതന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ പ്രകടമായെങ്കിലും വ്യാപകമായ സ്വാധീനം ഈ പരീക്ഷണത്തിൽ ഉണ്ടായില്ല. അപ്പം നമ്മൾ 3 പദ്ധതികളാണ് പഠിച്ചത്. ആദ്യം പഠിച്ചത് സുന്ദർബനിലെ ഗ്രാമ പുനരുദ്ധാരണ പദ്ധതിയാണ് 1903 സർ ഡാനിയൽ ഹാമിൽട്ടൻ്റെ നേതൃത്വത്തിൽ. അതിനുശേഷം പഠിച്ചത് മാർത്താണ്ഡം പദ്ധതി 1921 ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഡോക്ടർ സ്പെൻസർ ഹാച്ചിൻ്റെ നേതൃത്വത്തിലായിരുന്നു. അതിനുശേഷം ശ്രീനികേതൻ പദ്ധതി 1921 രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ നേതൃത്വത്തിൽ. ഇനി നോക്കുന്നത് ഗുഡ്ഗ പരീക്ഷണമാണ്. 1927 ഇത് തുടക്കം കുറിക്കുന്നത്. പഞ്ചാബിലെ ഗുഡ്ഗ ജില്ലയിൽ അന്നത്തെ ജില്ലാ കളക്ടറായിരുന്ന FI ബ്രെയിൻ്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. ഗുഡ്ഗ പരീക്ഷണം എന്ന് പറയുമ്പോൾ പഞ്ചാബിലാണ് തുടങ്ങിയത് എന്ന് പറഞ്ഞു. പഞ്ചാബ് എന്ന് പറയുന്ന അന്ന് പഞ്ചാബിലായിരുന്നു. ഇപ്പോൾ എന്താണ്? ഗുഡ്ഗാവ് ജില്ല ഹരിയാനയിലാണ്. ഹരിയാനയിലെ ഗുരുഗ്രാം എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഗ്രാമീണർക്ക് ഓരോ മേഖലയിലെയും വിദഗ്ധരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൈമാറുന്നതിന് സഹായകമായി ഓരോ ഗ്രാമത്തിലും ഒരു വില്ലേജ് ഗൈഡ് ഈ പദ്ധതി പ്രകാരം നിയമിക്കപ്പെട്ടു. ഓരോ ഗ്രാമത്തിലും ഒരു വില്ലേജ് ഗൈഡ് നിയമിക്കപ്പെട്ടു. എന്തിനായിരുന്നു? ഗ്രാമീണർക്ക് ഓരോ മേഖലയിലെയും വിദഗ്ധരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൈമാറുന്നതിന് വേണ്ടി. ഗുണമേന്മയുള്ള വിത്തുകളും കാർഷിക രീതികളും പദ്ധതിയിൽ കർഷകരെ പരിചയപ്പെടുത്തി.
ചലച്ചിത്രങ്ങൾ, പാട്ടുകൾ, നാടകങ്ങൾ എന്നിവ വഴിയുള്ള പ്രചാരണ പരിപാടിയാണ് സ്വീകരിച്ചത്. വില്ലേജ് ഗൈഡുകൾക്ക് മതിയായ സാങ്കേതിക വൈദഗ്ധ്യമുള്ളവർ അല്ലാത്തതിനാൽ വലിയ നേട്ടമൊന്നും ഈ ഒരു പദ്ധതിയിലൂടെ കൈവരിക്കാനായിട്ട് കഴിഞ്ഞില്ല. അടുത്തായിട്ട് നോക്കുന്നത് ബറോഡ പരീക്ഷണമാണ്. 1932 VK കൃഷ്ണമാചാരിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടതാണ് ഇത്. ഗ്രാമീണ ജനതയ്ക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഒരുക്കി സ്വാശ്രയത്വം കൈവരിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അപ്പം ഇതിൻ്റെ ലക്ഷ്യം, ബറോഡ പരീക്ഷണത്തിൻ്റെ ലക്ഷ്യം എന്നത് എന്താണ്? മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഒരുക്കി സ്വാശ്രയത്വം കൈവരിക്കുക. ആർക്കാണ്? ഗ്രാമീണ ജനതയ്ക്ക്. അപ്പം 1932 ബറോഡ പരീക്ഷണം. ഇനി അടുത്തത് സേവാഗ്രാം പരീക്ഷണമാണ് നോക്കുന്നത്. 1933 സേവാഗ്രാം പരീക്ഷണം. ഇതിന് നേതൃത്വം നൽകിയത് മഹാത്മാഗാന്ധിയാണ്. മഹാരാഷ്ട്രയിലെ സേവാഗ്രാം കേന്ദ്രീകരിച്ച് നടപ്പാക്കിയ പദ്ധതിയാണ് സേവാഗ്രാം പരീക്ഷണം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവരെ സേവിക്കുക, അതുപോലെ വികേന്ദ്രീകൃത ഉൽപാദനവും സമ്പത്തിൻ്റെ വിതരണവും, അതുപോലെ സ്വയം പര്യാപ്തമായ ഇന്ത്യൻ ഗ്രാമങ്ങൾ എന്നിവയായിരുന്നു. അപ്പോൾ മുഖ്യ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവരെ സേവിക്കുക, വികേന്ദ്രീകൃത ഉൽപാദനവും സമ്പത്തിൻ്റെ വിതരണവും, സ്വയം പര്യാപ്തമായ ഇന്ത്യൻ ഗ്രാമങ്ങൾ എന്നിവയായിരുന്നു. കുടിൽ വ്യവസായ പരിശീലന കേന്ദ്രങ്ങൾ, സാമുദായിക സൗഹാർദ്ദം പാലിക്കുക, മദ്യനിരോധനം, അയിത്തോച്ചാടനം, സ്ത്രീ വിദ്യാഭ്യാസം എന്നിവ സേവാഗ്രാമിലെ പ്രവർത്തന പരിപാടികൾ ആയിരുന്നു. അടുത്തത് ഫർക്ക വികസന പദ്ധതിയാണ്. മഹാത്മാഗാന്ധിയുടെ സ്വാധീനത്തിൽ 1946 മുഖ്യമന്ത്രിയായിരുന്ന ടി പ്രകാശം മദ്രാസിലെ 34 ഫർക്കുകളിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇത്. അപ്പം 1946 മുഖ്യമന്ത്രിയായിരുന്ന ടി പ്രകാശം മദ്രാസിലെ 34 ഫർക്കുകളിലായിട്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ്. അപ്പോൾ ആരുടെ സ്വാധീനത്താലാണ്? മഹാത്മാഗാന്ധിയുടെ സ്വാധീനത്താലാണ് ഫർക്ക വികസന പദ്ധതി ടി പ്രകാശം മദ്രാസിൽ നടപ്പിലാക്കുന്നത്. ഇത് പിന്നീട് 50 ഫർക്കുകളിൽ കൂടി വ്യാപിപ്പിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾ സജ്ജമാക്കുക, കുടിവെള്ള വിതരണവും ശുചിത്വ പ്രവർത്തനങ്ങളും നടത്തുക, പഞ്ചായത്തുകളും സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുക എന്നിവയായിരുന്നു പദ്ധതിയുടെ പ്രാരംഭ ലക്ഷ്യങ്ങൾ. കാർഷിക വികസനം, മൃഗസംരക്ഷണ പരിപാലനം, ഖാദി, കുടിൽ വ്യവസായങ്ങൾ എന്നിവയിലൂടെ അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവയിൽ സ്വയം പര്യാപ്തത നേടുക എന്നുള്ളതായിരുന്നു ഈ പദ്ധതിയുടെ ദീർഘകാല ലക്ഷ്യം. അടുത്തത് ദേശീയ തലത്തിൽ തന്നെ ആകർഷിക്കപ്പെടുകയും സാമൂഹ്യ വികസന പ്രസ്ഥാനത്തിന്, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് മൂവ്മെൻറ്റിന് പ്രചോദനമാവുകയും ചെയ്ത പദ്ധതിയാണ് നീലോക്കരി പരീക്ഷണം. ഈ പദ്ധതിയുടെ മാർഗനിർദ്ദേശകൻ SK ഡേ ആയിരുന്നു. അപ്പം SK ഡേ നേതൃത്വം കൊടുത്ത പദ്ധതിയാണ് നീലോക്കരി പരീക്ഷണം. ഇത് ദേശീയ തലത്തിൽ ആകർഷിക്കപ്പെടുകയും സാമൂഹ്യ വികസന പ്രസ്ഥാനത്തിന് തന്നെ പ്രചോദനമാവുകയും ചെയ്ത പദ്ധതിയാണ്. വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിൽ നിന്നും അഭയാർത്ഥികളായിട്ട് വന്ന 7000 പേരെ പുനരധിവസിപ്പിക്കാൻ നീലോക്കരി ടൗൺഷിപ്പ് രൂപകൽപ്പന ചെയ്തു. അപ്പോൾ ഈ പദ്ധതി പ്രകാരം നീലോക്കരി ടൗൺഷിപ്പ് രൂപകൽപ്പന ചെയ്തു. ഇതിൽ 7000 പേരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയാണ് പദ്ധതി ഇട്ടത്. ഈ പദ്ധതി മസ്ദൂർ മൻസിൽ എന്ന് അറിയപ്പെട്ടു. അടിസ്ഥാന ആവശ്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. പദ്ധതിയുടെ ലക്ഷ്യം അടിസ്ഥാന ആവശ്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതായിരുന്നു. ഒരു തൊഴിൽ പരിശീലന കേന്ദ്രമായിരുന്നു പ്രവർത്തനങ്ങളുടെ സിരാകേന്ദ്രം. ഒരു തൊഴിൽ പരിശീലന കേന്ദ്രമുണ്ടായിരുന്നു. പാലുൽപാദനം, പശു വളർത്തൽ, അച്ചടിശാല, സാങ്കേതിക തൊഴിൽശാല, തുകൽപ്പണി, എല്ലുപൊടി ഫാക്ടറി എന്നിവ ടൗൺഷിപ്പിൽ ഉണ്ടായിരുന്നു. അവയെല്ലാം സഹകരണ അടിസ്ഥാനത്തിലായിരുന്നു പ്രവർത്തിച്ചത്. ജനങ്ങൾ അവരുടെ താല്പര്യമനുസരിച്ച് തൊഴിൽ തിരഞ്ഞെടുത്ത് പരിശീലനം നേടുകയാണ് ഉണ്ടായത്. അപ്പോൾ നീലോക്കരി പരീക്ഷണമാണ് പറഞ്ഞത്. വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിൽ നിന്നും അഭയാർത്ഥികളായിട്ട് വന്നവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയായിരുന്നു നീലോക്കരി പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ദേശീയ തലത്തിൽ ആകർഷിക്കപ്പെടുകയും അതുപോലെ സാമൂഹിക വികസന പ്രസ്ഥാനത്തിന് പ്രചോദനമാവുകയും ചെയ്ത പദ്ധതിയാണ്. SK ഡേ ആയിരുന്നു ഈ പദ്ധതിയുടെ മാർഗനിർദ്ദേശകൻ. അടുത്തത് കൂടുതൽ ഭക്ഷ്യവിളവ് പ്രചാരണം, ഗ്രോ മോർ ഫുഡ് ക്യാമ്പയിൻ ആണ്. 1947 ആരംഭിച്ച പ്രചാരണ പരിപാടിയാണ് ഇത്. ഇതിന് ലക്ഷ്യമെന്നത് കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. എങ്കിലും 4 വർഷക്കാലത്തെ പ്രവർത്തനത്തിന് ശേഷവും കർഷകരിൽ നിന്ന് പ്രതികരണം വളരെ മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ
ഈ ഒരു ക്യാമ്പയിനെ പറ്റി പഠിക്കാൻ വേണ്ടി ഒരു അന്വേഷണ സമിതി 1952 നിയമിക്കുകയും ചെയ്തു. ഇനി ഇട്ടാവ പൈലറ്റ് പ്രോജക്റ്റാണ്. 1948 ഉത്തർപ്രദേശിലെ ഇട്ടാവ ജില്ലയിൽ മഹ്വ ഗ്രാമം അടിസ്ഥാനമാക്കി ആരംഭിച്ച പദ്ധതിയാണ് ഇത്. അമേരിക്കക്കാരനായ ആൽബർട്ട് മേയറാണ് ഈ പ്രോജക്റ്റിൻ്റെ ശില്പി. അപ്പം ഇത് മഹ്വ ഗ്രാമം അടിസ്ഥാനമാക്കി ആരംഭിച്ച പദ്ധതിയാണ്. മഹ്വ ഗ്രാമം എവിടെയാണ്? ഇട്ടാവ ജില്ലയിലാണ്. ഇട്ടാവ ജില്ല ഉത്തർപ്രദേശിലാണ്. 1948 ആരംഭിച്ച പദ്ധതിയാണ്. അമേരിക്കക്കാരനായിട്ടുള്ള ആൽബർട്ട് മേയറാണ് ഈ പ്രോജക്റ്റിൻ്റെ ശില്പി. ജനങ്ങൾക്കിടയിൽ ഉൽപാദന തോതും സാമൂഹ്യ പുരോഗതിയും ആത്മവിശ്വാസവും സഹകരണ മനോഭാവവും വളർത്തിയെടുക്കുക എന്നതായിരുന്നു ഇതിൻ്റെ മുഖ്യ ലക്ഷ്യം. മെച്ചപ്പെട്ട കൃഷിരീതികൾ, കന്നുകാലി പരിപാലനം, പൊതുജനാരോഗ്യ വിദ്യാഭ്യാസം, സാക്ഷരത, കുടിൽ വ്യവസായങ്ങളുടെ അഭിവൃദ്ധി എന്നിവ പ്രോജക്റ്റിൻ്റെ പരിപാടികളിൽ പെടുന്നു. വളരെ വിജയകരമെന്ന് കണ്ട ഒരു പ്രോജക്റ്റാണിത്. ഗ്രാമീണരുടെ സാമ്പത്തിക അവസ്ഥ ഇതുമൂലം മെച്ചപ്പെട്ടു. ഇട്ടാവ പൈലറ്റ് പ്രോജക്റ്റിൻ്റെ മാതൃക കമ്മ്യൂണിറ്റി പ്രോജക്റ്റുകളിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്തു. അപ്പം നമ്മൾ ഈ പഠിച്ച പദ്ധതികളെല്ലാം രാജ്യത്ത് അങ്ങിങ്ങായിട്ട് നടന്ന ഗ്രാമവികസന പദ്ധതികളിൽ പെടുന്നവയാണ്. അപ്പോൾ ഇതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്? ഈ പദ്ധതികളുടെയൊക്കെ പോരായ്മകൾ എന്തൊക്കെയാണ്? ആദ്യം തന്നെ പറഞ്ഞാൽ വ്യക്തികളുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചവയായിരുന്നു ഓരോന്നും. അതുപോലെ മിക്ക പദ്ധതികളും ഒറ്റപ്പെട്ടതും തുടർച്ചയില്ലാത്തതുമായിരുന്നു. സർക്കാർ പിന്തുണയും അതുപോലെ സാമ്പത്തിക സഹായവും ഇതിന് ലഭിച്ചിരുന്നില്ല. പദ്ധതിയിലെ നിർവാഹകർ പരിശീലനവും പരിചയസമ്പത്തും ഇല്ലാത്തവരായിരുന്നു. ആസൂത്രണത്തിലും നിർവഹണത്തിലും ജനങ്ങളുടെ പങ്കാളിത്തം വളരെ കുറവായിരുന്നു. മറ്റ് വികസന ഏജൻസികളുമായി ചേർന്നുള്ള പ്രവർത്തനമോ ഏകോപനമോ വളരെ പരിമിതമായിരുന്നു. ഈ പദ്ധതികളിൽ വിലയിരുത്തൽ പ്രവർത്തനങ്ങൾ നടന്നില്ല. അതുകൊണ്ട് തന്നെ അനന്തരഫലങ്ങൾ വ്യക്തവുമായില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ പദ്ധതികളുടെ പരിമിതികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പ്രോഗ്രാംസ് ആണ്. സിലബസിൽ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാംസ് ആണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, അതുപോലെ നാഷണൽ എക്സ്റ്റൻഷൻ സ്കീം, പിന്നെ MG നരേഗ, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം, അതുപോലെ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ട്, IRDP. പിന്നീട് പറഞ്ഞേക്കുന്നത് കറണ്ട് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നമുക്ക് നോക്കണം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.